അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഒരു വിശുദ്ധ റമദാൻ വെളിപ്പാടകലെ നമുക്ക് മുമ്പിലെത്തി നിൽക്കുകയാണ്. റഹ്മാനായ റബ്ബ് വരാനിരിക്കുന്ന വിശുദ്ധ മാസത്തിൽ ജീവിതത്തിൽ കഴിഞ്ഞ റമദാനുകളെയൊക്കെ കവച്ചു വെക്കുന്ന നിലക്ക് നന്മകൾ അധികരിപ്പിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആത്മാർത്ഥമായ പ്രാർത്ഥനയും നിഷ്കളങ്കമായ മനസ്സും നമുക്കുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ഒരാളെയും കൈവെടിയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി, നമ്മുടെ ഹൃദയങ്ങളിലുള്ളതറിയുന്ന റബ്ബിന് വേണ്ടിയാണ് നമ്മൾ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു റമദാനെത്തും മുമ്പ് സാധാരണത്തേതുപോലെ ഒരു മിനിമം നന്മകളൊക്കെ അങ്ങനെ ചെയ്ത് ഈ നോമ്പ് കാലത്തെയും ധന്യമാക്കണം എന്നാകരുത് നമ്മൾ ചിന്തിക്കുന്നത്. മറിച്ച് ഒരു മനുഷ്യനെ കൊണ്ട് ഒരു റമദാൻ കിട്ടിയാൽ ചെയ്യാനാവുന്നതിൻ്റെ പരമാവധി ആഗ്രഹിക്കുവാനും നീയത്ത് വെക്കുവാനും അതിനുവേണ്ടി ഒരുങ്ങുവാനും പരിശ്രമിക്കുവാനുമാണ് നമ്മൾ തയ്യാറാവേണ്ടത്. പരമാവധി ആഗ്രഹിച്ച് നമ്മൾ അതിനുവേണ്ടി നീയത്ത് വെച്ച് മുന്നോട്ട് പോവുക. പ്ലാൻ ചെയ്തത് മുഴുവൻ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ടാണ് നമ്മൾ അതൊക്കെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ അള്ളാഹു പ്രതിഫലം നൽകുമെന്നുള്ളത് ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചതായി ഖുദ്സിയായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചത്, ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹ കതബഹല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില. ഒരാളൊരു നന്മ വിചാരിക്കുകയും പിന്നീട് അവനത് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും അവൻ ആത്മാർത്ഥമായി അത് ആഗ്രഹിച്ചതാണ് എങ്കിൽ അള്ളാഹു അതിനുള്ള പ്രതിഫലം കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ റമദാനിൻ്റെ ഓരോ രാപ്പകലുകളെയും നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നത് മുൻകൂട്ടി നമ്മൾ തീരുമാനങ്ങളെടുക്കണം. അതൊക്കെ എഴുതി വെച്ച് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാലും നമുക്കത് നേട്ടമാണ്, വലിയ നന്മയാണ്. അതിനായി നമ്മുടെ ഉപജീവന മാർഗത്തിലും കച്ചവടത്തിലും യാത്രകളിലും നമ്മുടേതായ ദിനചര്യകളിലും ജീവിതശൈലികളിലുമൊക്കെ എന്തൊക്കെ ക്രമീകരണങ്ങളും മാറ്റങ്ങളും ആവശ്യമുണ്ട്, അതിലേക്കൊക്കെ നമ്മൾ ആലോചിക്കുകയും കടന്നു പോവുകയും ചെയ്യേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. കാരണം ശഅബാൻ മാസം എന്നത് റമദാനിലേക്കുള്ള ഒരു ഒരുക്കത്തിൻ്റെ മാസം കൂടിയാണ്. ഒരു ദിവസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയത്താണ് നമ്മൾ റമദാനിലൊക്കെ പ്രത്യേകിച്ചും അത്താഴത്തിന് വേണ്ടിയും 30 ദിവസം തുടർച്ചയായി നമ്മൾ എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുക എന്നതിലപ്പുറം ആ സമയത്തുള്ള പ്രാർത്ഥനകൾക്കും ഇസ്തിഗ്ഫാറിനുമായിരിക്കണം, ഖുർആൻ പാരായണത്തിനൊക്കെ ആയിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ അതിനുശേഷം സുബഹിന് മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് വീട്ടിൽ നിന്ന് നമസ്കരിച്ച ശേഷം ജമാഅത്തിനായി കൊണ്ട് പള്ളിയിൽ പോകാനും അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ നമസ്കാര കാര്യത്തിലും ആ ഒരു സൂക്ഷ്മതയും ശ്രദ്ധയുമൊക്കെ നമുക്ക് പുലർത്താനാകണം. നമസ്കാരം കഴിഞ്ഞാൽ ഓടി എഴുന്നേറ്റ് പോകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അദ്കാറുകളും പ്രാർത്ഥനകളൊക്കെ നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് അത് നിർവഹിക്കണം. സുബഹിക്കിനൊക്കെ ശേഷം സൂര്യോദയം വരെ പള്ളിയിൽ കഴിച്ചു കൂട്ടി 2 റക്അത്ത് നമസ്കരിച്ച് തിരിച്ചു പോന്നാൽ റമദാനിലെ 30 ദിവസവും ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് അതിനുവേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ ക്രമീകരണങ്ങൾ മുമ്പേ ചെയ്തു വെക്കണമെങ്കിൽ അതൊക്കെ ചെയ്തു വെച്ചാൽ എത്ര വലിയ നേട്ടമാണ് നമുക്ക് നേടാനാവുക. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ റമദാനിൽ ഒരുപാട് ഓതി തീർക്കണം എന്ന നമ്മുടെ പദ്ധതിക്കപ്പുറത്ത് അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയമൊക്കെ ഗ്രഹിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുവാനും ഓതുവാനുമൊക്കെയുള്ള ഒരു തീരുമാനമാകണം നമുക്കുണ്ടാവേണ്ടത്. ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കേണ്ട മാസമാണ് എന്നുള്ള ബോധം നമുക്കുണ്ട്. അതിനുവേണ്ടി ഇപ്പോഴേ നമ്മൾ ഒരുങ്ങണം. ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ചെറുതാണെങ്കിലും ഒരു സംഖ്യ ദിവസവും നമുക്ക് ഒരു നന്മയ്ക്ക് വേണ്ടി ചിലവഴിക്കാനാകണം. പീസ് റേഡിയോ പോലെ, ജാമിഅ അൽ ഹിന്ദിനെ പോലെ നമുക്കൊക്കെ ദിവസവും കുറേശ്ശെങ്കിലും ഓരോ ദിവസവും റമദാനിൽ അതിനു വേണ്ടി മാറ്റിവെക്കാനായാൽ എത്ര വലിയ ജാരിയായ സ്വതക്കയായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലേക്കും ആദർശ ബന്ധുക്കളിലേക്കും സുഹൃത്ത് വലയങ്ങളിലേക്കുമൊക്കെ റമദാൻ കിറ്റുകൾ എത്തിക്കുവാനുമൊക്കെയുള്ള അതിനൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഈ ഒരു സന്ദർഭത്തിലാണ്. ദഅവാ പ്രവർത്തനങ്ങളിലും നമുക്ക് റമദാൻ വലിയ അവസരങ്ങളാണ് നമുക്ക് മുമ്പിലേക്ക് നേടിത്തരുന്നത്. റമദാനിലേക്കും
എത്തുന്ന സന്ദർഭത്തിൽ തന്നെ നന്മയിലേക്കുള്ള മനസ്സുകൾ പാകപ്പെടുകയാണ് ആളുകൾ. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ശരിയായ വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും ഒക്കെ വിശുദ്ധി കൈമാറുവാനുള്ള വ്യത്യസ്തമായ പരിപാടികളിലേക്ക് അവർ ക്ഷണിക്കുവാനും നമ്മൾ ഓൺലൈനായി അതൊക്കെ അയച്ചു കൊടുക്കുവാനും ഒക്കെയുള്ള പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വളരെ ചിട്ടയായി അടുക്കും ചിട്ടയോടുകൂടി വിശുദ്ധ റമദാനിലെ ഓരോ സന്ദർഭങ്ങളെയും ക്രമീകരിക്കുവാനും ഉപയോഗിക്കുവാനും തൗഫീഖ് നൽകപ്പെടുന്ന നല്ലവരിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.